ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചീസ് ഫ്രീ വേൾഡ്. ഇന്ന് ഞാൻ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് ഒരു പഴത്തിൻ്റെ റെസിപ്പി ആയിരുന്നു. അതേപോലെ തന്നെ പഴം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഴം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്നാക്ക് തയ്യാറാക്കിയാലോ? അതിന് മുന്നേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിതാ കുറച്ച് ബ്രെഡ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളവും എണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനിതിലേക്ക് തവിടെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ തവിടെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അത് വെളിച്ചെണ്ണയോ ഓയിലോ ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ആ ഒരു പാകത്തിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ എണ്ണയും വെള്ളവും കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ബ്രെഡ് പൊടി പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. 3 നേന്ത്രപ്പഴം ഞാൻ എന്താ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. പഴം കുറച്ചൊന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ മധുരം വേണമെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് അവൽ കൂടെ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണോളം അവൽ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ 3 സ്പൂണോളം തേങ്ങ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത അവലിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അവൽ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പഴം ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ബ്രെഡ് പൊടി കുഴച്ചത് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് വേണം നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ. എല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഓരോ ഉരുളയും എടുത്ത് കയ്യിൽ വെച്ച് പരത്താം. ഇതുപോലെ പരത്തിയിട്ട് നമ്മുടെ പഴം മിക്സ് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കണം. പഴം പുറത്ത് കാണാത്ത രീതിയിൽ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഉരുളകളാക്കി വെക്കണം. ഇങ്ങനെയാക്കിയ ഉരുളകളെല്ലാം നമുക്ക് നേരത്തെ അടിച്ചു വെച്ച മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം എണ്ണയിലേക്ക് ഇട്ടിട്ട് കോരിയെടുക്കാൻ. സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാതെ മുട്ട ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി.
ഓൾറെഡി എല്ലാതും കുക്കായതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കളറ് മാറി വരുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം. ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബായ്.